എന്തൊക്കെ വന്നാലും ബീഹാറിലെ 40 സീറ്റിൽ ഒരെണ്ണം പോലും BJPക്ക് വിട്ടുകൊടുക്കില്ല എന്ന കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് RJD-യുടെ നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവ്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപടം കൃത്യമായി നമുക്കറിയാവുന്നതാണ്. 1992 ഡിസംബറിന് സംഭവിച്ച ആ സംഭവം, അതായത് ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ രീതിയിൽ ക്ഷതമേറ്റു എന്ന് തന്നെ പറയേണ്ടി വരുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയം കളിക്കുന്നത് മതം കൊണ്ടാണ്. എന്നാൽ രാഷ്ട്രീയത്തിനകത്ത് അതിനേക്കാൾ വലിയ ഒരു കാര്യമുണ്ട്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്? ലാലു പ്രസാദ് യാദവ് വീണ്ടും കത്തുന്ന തീപ്പൊരി പ്രസംഗവുമായി ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ണിൽ പടർന്നു കയറുകയാണ്. ലാലു പ്രസാദ് യാദവിന്റെ പഴയ ഫോം വീണ്ടെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. കുറച്ചുനാൾ മുമ്പ് അദ്ദേഹം അവശനായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മകൾ മിസ ഭാരതി വൃക്ക ദാനം ചെയ്തതിലൂടെ ഒരു പൊതുജീവൻ കിട്ടിയാണ് ലാലു പ്രസാദ് യാദവ് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള ലാലു പ്രസാദ് യാദവ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും കളിയാക്കിക്കൊണ്ട് പൊതുവേദികളിൽ അതിശക്തമായി ആഞ്ഞടിക്കുകയാണ്. ലാലു പ്രസാദ് യാദവിന്റെ വലിയ രീതിയിലുള്ള കുറുക്കിക്കൊള്ളുന്ന സംഭാഷണങ്ങൾ ബീഹാറിലെ ജനത പണ്ടുമുതലേ വലിയ തോതിൽ അത് അംഗീകരിക്കുകയും അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വലിയ രീതിയിൽ അഴിമതിയുടെ കുംഭകോണത്തിൽ പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലാലു പ്രസാദ് യാദവിനെ ബീഹാരികൾ അങ്ങനെ മറക്കാറില്ല. വലിയ തോതിൽ ലാലു പ്രസാദ് യാദവിന്റെ സേവനം അനുഭവിച്ചിട്ടുള്ളവരാണ് ബീഹാറികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെയുള്ളവർ ലാലു പ്രസാദ് യാദവിനെ ഇപ്പോഴും നെഞ്ചിലേറ്റുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാം മുഖവരക്കെടുക്കുകയാണ് സാധാരണയായി അവർ ചെയ്യുന്നത്. അവരുടെ പ്രസംഗങ്ങളിൽ കൃത്യമായി, അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ കൃത്യമായി ഇത് സ്ഫുരിക്കുന്നുമുണ്ട്. ബീഹാറിലുള്ള 40 സീറ്റിൽ RJD-യും JD-യും തുല്യമായി സീറ്റുകൾ പങ്കിടും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. 18 സീറ്റുകൾ വീതമായിരിക്കും പങ്കിടുന്നതെന്നും ബാക്കിയുള്ള അവശേഷിക്കുന്ന 4 സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നൽകുമെന്നുമാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ തീർച്ചയായും ബീഹാറിൽ സന്ധിയില്ലാ പോരാട്ടം തന്നെയായിരിക്കും RJD-യും JD-യും കോൺഗ്രസും ചേർന്നുള്ള മഹാഗഡ്ബന്ധൻ നടത്തുക എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയത്തിനകത്ത് BJP-യും അതുപോലെ തന്നെ അവിടെയുള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും ഒക്കെ ഉൾപ്പെടുന്ന സഖ്യം രാഷ്ട്രീയപരമായി അവിടെ മഹാഗഡ്ബന്ധനെ നേരിടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വലിയ തോതിൽ BJP-യും രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയും തമ്മിലുള്ള വലിയ തോതിലുള്ള ബന്ധം, അതിൽ വിള്ളൽ വീണത് ചിരാഗ് പാസ്വാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായി. ഇപ്പോൾ ചിരാഗ് പാസ്വാനും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് BJPക്ക് പ്രശ്നമില്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കരുത് എന്ന ദൃഢപ്രതിജ്ഞയിലാണ് നിതീഷും ലാലു പ്രസാദ് യാദവ്.